Once again, good morning to you, my dear children. And in the previous class, we have discussed what are the important types of risk. And they were systematic risk and unsystematic risk. And you have studied what are the peculiarities of systematic risk and unsystematic risk. And systematic risks are those risks which can't be controlled by a single investor or by a single businessman. But unsystematic risk is that type of risk that affects only a single or a restricted part of a business or a single business or single industry. And because of that, a single businessman or investor can control that. And we have studied what are the important types of systematic risk and what are the important types of unsystematic risk also. And at the closure of the class, we have studied what are the important measures for calculating risk. എന്തൊക്കെയാണ് മെഷേഴ്സ്, എന്തൊക്കെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് വി ഹാവ് ഓൾസോ സീൻ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് റിസ്ക്, that is for calculating standard deviation. And we have seen that there are mainly three important measures we are using to calculate risk, and they are standard deviation, variance and beta. These are the three important measures for calculating risk. അല്ലേ, മൂന്ന് മെഷേഴ്സാണ് നമ്മൾ പഠിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്, ബീറ്റ ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്താണെന്ന് മാത്രമേ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ബാക്കിയുള്ള ഇംപ്ലിക്കേഷൻസ് എന്ന്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാനായിട്ട് പോകുന്നത്. ആൻഡ് ആദ്യം തന്നെ വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് ഹൗ മച്ച് our returns are deviating from our expected returns. That is standard deviation. എത്രത്തോളം നമ്മുടെ ആക്ച്വൽ റിട്ടേൺസ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അകന്നു മാറിപ്പോവുക. സോ അത് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ റിട്ടേൺസ് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. അതാണ് റിസ്ക്. അപ്പോൾ നമ്മളിവിടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷറായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എത്രത്തോളം നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്നും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്നും നമ്മുടെ പോസിബിൾ റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ റിട്ടേൺസ് എത്രത്തോളം ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു വച്ചിരുന്നു. എന്തായിരുന്നു ഫോർമുല? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ് ഓൾ ദ ഡീവിയേഷൻ, that is all the deviation from the expected return, and should be squared and should be divided by the number of observations or number of years or number of possible returns. Okay, ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ this is a symbol for standard deviation. Standard deviation is equal to square root of sigma x minus x bar square divided by n. N means number of observation. Here sigma നമുക്കറിയാം എന്താണ് സിഗ്മ എന്നുള്ളത് നമുക്കറിയാം. സിഗ്മ മീൻസ് സം ടോട്ടൽ ഓഫ് എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ. ദെൻ എക്സ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു പോസിബിൾ returns or actual returns.
possible returns or actual returns. And what do you mean by x bar? X bar is equal to expected returns. Expected returns. X bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ expected returns, അല്ലാന്നുണ്ടെങ്കിൽ മീൻ. നമുക്ക് റിട്ടേൺസ് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയി. ഒന്നില്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്താലും മതി. എന്തായിരുന്നാലും അതാണ് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് മൈനസ് എക്സ് ബാറിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഓക്കെ, സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് അതിനെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ അത് തമ്മിലുള്ള ബന്ധം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേരിയൻസ്. Then this variance can be calculated by finding out the square root of a standard deviation. Okay, so that is the relationship between standard deviation and variance. Variance കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. ബട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തെ മെഷർ എന്ന് പറയുന്നത് ബീറ്റ ആണ്. ബീറ്റയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കാരണം ബീറ്റ എന്ന് പറയുന്ന ടേം തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും? കേൾക്കുന്നതായിരിക്കും. ആൻഡ് ബീറ്റ ഈസ് എ മെഷർ ഫോർ കാൽക്കുലേറ്റിംഗ് ദ സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെഷറാണ് ബീറ്റ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അതിൻ്റെ ബാക്കി എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, എന്താണ് അതിൽ വരുന്നതെന്ന് നമുക്ക് പിന്നീട് കാണാം. ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ആ ഫോർമുലയായിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കടക്കാം. ഫോർമുല മനസ്സിലാക്കി വെക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ദാറ്റ് ഈസ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. സ്ക്വയർ റൂട്ട് ഒരിക്കലും മറന്നു പോകരുത്. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n is the formula for finding out the standard deviation. And we can work out a problem. നമുക്ക് പോസിബിൾ റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. റിട്ടേൺസ് ആർ $20, $30, $40, $50, and we are assuming that the initial investment is $100. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 100 ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ആൻഡ് നമുക്കിവിടെ തന്നിരിക്കുന്നത് നമ്മുടെ റിട്ടേൺസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പോസിബിൾ റിട്ടേൺസിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എത്രയുണ്ട്? 20 rupees ഉണ്ട്, 30 rupees ഉണ്ട്, 40 rupees ഉണ്ട്, 50 rupees ഉണ്ട്. ആൻഡ് വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോസിബിൾ റിട്ടേൺസ് 20, 30, 40 and 50 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താ ഫോർമുല? ദാറ്റ് ഈസ് ഫോർമുല ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇസ് ദ ഫോർമുല. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക ഫോർമുല.
എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദെൻ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? സിഗ്മ നമുക്കത് ചെയ്തതിന് ശേഷം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ക്വയർ റൂട്ടും നമുക്ക് അപ്പോഴേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്കവിടെ 2 വാല്യൂസാണ് നമുക്ക് വേണ്ടത്. എക്സ് വേണം, എക്സ് ബാർ വേണം. ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇപ്പോൾ തൊട്ട് മുൻപ് ഞാൻ പറഞ്ഞത്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റിട്ടേൺസ്, നമുക്ക് തന്നിരിക്കുന്ന പോസിബിൾ റിട്ടേൺസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂകളെല്ലാം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50 ഉണ്ട്. ഓക്കെ, ശരി. ദെൻ വാട്ട് ഈസ് എക്സ് ബാർ? എന്താണ് എക്സ് ബാർ? എക്സ് ബാർ നമുക്ക് തന്നിട്ടില്ല. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് എക്സ് ബാർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു തന്നു. എക്സ് ബാർ ഇസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ. എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേണിന് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ പ്രോബബിലിറ്റി ഒന്നും തന്നിട്ടില്ല. പ്രോബബിലിറ്റി തരാണെങ്കിൽ എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ പ്രോബബിലിറ്റി ഒന്നും തരാത്ത സ്ഥിതിക്ക് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എക്സ് ബാർ? എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. എന്താ മെത്തേഡ്? നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? മീൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മീനിനെയാണ് വേറൊരു അർത്ഥത്തിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ് ബാർ എന്ന് വിളിക്കുന്നത്. ദെൻ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും എക്സ് ബാർ ഇസ് ഈക്വൽ ടു മീൻ. ദെൻ ഇവിടെ എങ്ങനെയാണ് നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഇവിടെ എത്ര സംഭവം ഉണ്ട്? എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 4 എണ്ണം. ആ 4 ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 0. എത്രയാ? 140 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത് അല്ലേ? ഇനി എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഓഫ് ദീസ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 140 കിട്ടി. സോ 140 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയുണ്ട്? 4 ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലേ? സോ 4. Then what will be our mean? It will be 30. Okay, 35. Our mean is equal to 35. മീൻ എന്ന് പറയുന്നത് 35 ആണ് അല്ലേ? അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് 35 ആണ്. എക്സുകളാണ് ഈ തന്നിരിക്കുന്നത്. ആദ്യത്തെ കൊല്ലത്തെ എക്സ് ആണ് ഈ തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 20. രണ്ടാമത്തെ കൊല്ലത്തെ എക്സ് ആണ് 30. മൂന്നാമത്തതാണ് 40. നാലാമത്തതാണ് 50. ഓക്കെ, ഇനി ഇവിടെ എക്സ് ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് എത്രയാ? ഇത് എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗോട്ട് ദ മീൻ ആസ് 35. ഓക്കെ, ദെൻ അപ്പോൾ ഇനി നമുക്ക് എക്സും കിട്ടി, എക്സ് ബാറും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്താ? തൽക്കാലം ഞാനൊന്ന് മായ്ക്കണു. 35 ആണ് നമ്മുടെ എക്സ് ബാർ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 35. ഓക്കെ, ഇനി നമ്മുടെ എക്സും കിട്ടി, എക്സ് ബാറും കിട്ടി. ഇനി നമുക്ക് അതിനെ കോളം വൈസായിട്ട് നമുക്ക് ആ പ്രോബ്ലത്തിന് നമുക്ക് എന്ത് ചെയ്യേണ്ടിയിരിക്കണം? വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കണം. ഇനി ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? നിങ്ങൾ ഫോർമുലയിലേക്ക് തിരിച്ചു പോവുക. ഫോർമുലയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ നമുക്ക് കിട്ടണം അല്ലേ? എക്സ് മൈനസ് എക്സ് ബാർ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. സോ ഫസ്റ്റ് കോളം റിട്ടേൺസ്, ദെൻ നെക്സ്റ്റ് കോളം എക്സ് മൈനസ് എക്സ് ബാർ. ഇതിന് വേണമെങ്കിൽ വേറൊരു പേരിട്ട് കൂടി നമുക്ക് വിളിക്കാം, ദാറ്റ് ഈസ് ഡി. എക്സ് മൈനസ് എക്സ് ബാറിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡി. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡീവിയേഷൻ. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡീവിയേഷൻ. അതായത് നമ്മുടെ റിട്ടേൺസിൽ നിന്നും എത്ര കണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൊല്ലം എത്രയാണ് വന്നിട്ടുള്ള?
മാറ്റം എത്രയാണ്? എക്സ് ഇവിടെ നമുക്കറിയാം, ദാറ്റ് ഈസ് 20. ദെൻ വാട്ട് ഈസ് എക്സ് ബാർ? 35. 20 minus 35 will be the deviation. 20 minus 35 is the deviation. ഇനി ഇങ്ങനെ ഇട്ടാൽ മതി, അവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കണം. 20 minus 35 എത്രയാണ് കിട്ടുന്നത്? It will be minus 15. Minus 15. Again, next return is equal to next year the returns will be 30. So 30 minus 35. 30 minus 35. Then ഇങ്ങനെ ഇട്ടാൽ പോരാ, അതിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് അവിടെ എഴുതണം. So it will be minus 5. And in the next year 40 minus 35, it will be 5. And in the next year it will be 50 minus 35, it will be 15. അല്ലേ? കറക്റ്റ് അല്ലേ? സോ ദ ഫിഗേഴ്സ് ആർ എക്സ് മൈനസ് എക്സ് ബാറുകളാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. എത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്? -15 കിട്ടി, -5 കിട്ടി, 5 കിട്ടി, 15 കിട്ടി. ഓക്കെ, ഇനി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫോർമുലയിലേക്ക് വീണ്ടും തിരിച്ച് നടക്കുക. നമുക്കിനി കിട്ടേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ മാത്രമല്ല നമുക്ക് കിട്ടേണ്ടത്. എത്ര കിട്ടണം? എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കിട്ടണം. വേണ്ടേ? എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ നമുക്ക് കിട്ടണം. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ നോക്കി നോക്കിയേ, 15 സ്ക്വയർ ഇറ്റ് വിൽ ബി 225. ഓക്കെ, സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് ആൻഡ് മൈനസ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് ഓർ പ്ലസ്. മൈനസും മൈനസും കൂടെ കൂടിച്ച് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ദെൻ 5 into 5 is equal to 25. Again 5 into 5, 25. And next 225. ഈ കോളത്തിൻ്റെ എന്താ പേര് നമ്മൾ കൊടുക്കേണ്ടത്? എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ, or it is also known as d square. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ സിഗ്മ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ when we are finding out the sigma, അല്ലേ, ഫോർമുല നോക്കിയാൽ മതി, ഫോർമുലേനെ ആലോചിച്ചാൽ മതി. ഫോർമുല ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യലാണ്. സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം അറിയാം, ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ്, അല്ലേ? എന്നൊന്ന് കൂട്ടി നോക്കി എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ? 225 പ്ലസ് 225 വി വിൽ ഗെറ്റ് 450. 450 പ്ലസ് ഈ 225 കൂടി കൂട്ടുമ്പോൾ 50, അല്ലേ? 450 പ്ലസ് 50 വി വിൽ ഗെറ്റ് 500, അല്ലേ? 500 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. കഴിഞ്ഞോ? നമ്മുടെ പണി കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയറിലേ എത്തി നിൽക്കുന്നുള്ളൂ. ഇനി നമുക്ക് 2 പണികളും കൂടി ബാക്കിയുണ്ട്. എന്താ 2 പണികൾ ബാക്കിയുള്ളത്? n കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യും വേണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കണം. അതും കൂടെ കഴിഞ്ഞാലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? എത്താൻ സാധിക്കുള്ളൂ. സോ നമ്മൾ തൽക്കാലം ഇത് മായ്ക്കാൻ പോവാണ്. നോട്ട് ബുക്കിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കുക. നോട്ട് ബുക്ക് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എത്ര കോളംസ് ഇവിടെ വന്നിട്ടുണ്ട്? 3 കോളംസ് വന്നു. നമുക്ക് തന്നിട്ടുള്ള റിട്ടേൺസ് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി അതിന് ശേഷം നമ്മൾ എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ റിട്ടേൺസിൽ നിന്നും എക്സ് ബാറിനെ നമ്മൾ കുറച്ചിട്ടുള്ള ഫിഗേഴ്സാണ് ഈ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത്. ആൻഡ് ആ കോളത്തിൻ്റെ പേരുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക.
കണ്ടോ എക്സ് മൈനസ് എക്സ് ബാറിനെ വിളിക്കുന്ന വേറൊരു പേരാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഡി എന്നുള്ളൊരു സ്മോൾ ലെറ്റർ കൊണ്ടായിരിക്കും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഡീവിയേഷൻ എത്രത്തോളം മാറിപ്പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണത് മനസ്സിലാക്കണം. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ചെയ്തു. സോ സ്ക്വയർ ചെയ്ത് ഇപ്പം നമുക്കിപ്പോൾ 500 എന്ന് പറയുന്ന ഫിഗറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എത്തി നിൽക്കുന്നത്. ഓക്കെ, മായ്ക്കാൻ പോവാണ്. നമ്മളിനി ഫോർമുലയിലേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ 500 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. 500 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 അല്ലേ? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ കണ്ടു നിർത്തിയ ഫിഗർ. ഓക്കെ, അത് കിട്ടിയത് നമുക്ക് 500 ആയിരുന്നു. സോ സ്ക്വയർ റൂട്ട് ഓഫ് 500 എന്ത് ചെയ്യണം? it should be divided by n. n means number of observations in the problem. എത്ര ഒബ്സർവേഷൻസ് പ്രോബ്ലത്തിലുണ്ട്? എത്ര ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു? നമ്മൾ നേരത്തെ മീൻ കണ്ടുപിടിക്കാനും ആ സെയിം സംഭവം തന്നെ യൂസ് ചെയ്തിരുന്നു. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. സോ 500 ഡിവൈഡഡ് ബൈ 4 we will get a square root of 125. സ്ക്വയർ റൂട്ട് ഓഫ് 125 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ആൻഡ് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ we will get 11.180 is the standard deviation. 11.180 ആണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്തതെന്നുള്ളത് വളരെ സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? അതിൽ നിന്നും നമ്മുടെ എക്സ് ബാറ് മൈനസ് ചെയ്യുക. എക്സ് ബാറ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ചില പ്രോബ്ലത്തിൽ എക്സ് ബാറ് അതായത് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ് മൈനസ് എക്സ് ബാറ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഡീവിയേഷൻ. ഇതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കുക. സം ടോട്ടൽ കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ദെൻ 500 ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. 500നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 500 ഡിവൈഡഡ് ബൈ 4 we will get 125. ഓക്കെ, ദെൻ സ്ക്വയർ റൂട്ട് 125 സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.180 ആണ്. സോ അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 11.180. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിൽ വളരെ കാര്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ബന്ധം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഹൗ വി വിൽ ഗെറ്റ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസിലേക്കും, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്കും നമുക്ക് പോവാം. അത്ര ഈസിയാണ്. അത് ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യാം? അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഫോർമുല വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ എളുപ്പ വഴി എന്നുള്ളത്. രണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും വേരിയൻസ് ആയാലും നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മെഷറാണ്. എങ്കിൽ കൂടിയും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ മതി മറ്റേലേക്ക്. എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഫിഗറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? വേരിയൻസ് കിട്ടി. ഇനി വേരിയൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയൻസ് എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടി 11.180. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് വിൽ ബി 11.180 സ്ക്വയർ. ഓക്കെ, 11.180ൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
വേരിയൻസ് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. വേരിയൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? നമുക്കിവിടെ കിട്ടി 11.180 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് റിസ്ക് ആണോ, റിസ്ക് ഉള്ളതല്ലേ, ഇത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പറയാനായിട്ട് സാധിക്കുക? ഈ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിയർ ആണ് എന്ന് നമുക്ക് എങ്ങനെ സാധാരണ രീതിയിൽ ഇവിടെ ഒരു ഷെയറിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം അതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്റ്റോക്കിൻ്റെയും കൂടി റിട്ടേൺസ് തന്നിരുന്നുവെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? ഇപ്പം തൽക്കാലം നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് നമുക്ക് തന്നു, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത്. അതേസമയം അതിൻ്റെ കൂടെ വേറൊരു സ്റ്റോക്കിൻ്റെയും കൂടി റിട്ടേൺസ് തന്ന് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 11.180. ഇനി വേറൊരു സ്റ്റോക്കും കൂടി ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക. ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 14.58 എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, വേറെ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 14.58 ആണ് എങ്കിൽ ഇതിലേതിനാണ് റിസ്ക് കൂടുതൽ? ഏതിനാണ് റിസ്ക് കൂടുതലാവുക? റിസ്ക് കൂടുതലാവുന്നത് ഈ സ്റ്റോക്കിനായിരിക്കും. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കിന് റിസ്ക് കൂടാൻ കാരണം? ബിക്കോസ് ഈ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാളും കൂടുതലാണ് ഈ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? നോക്കിയേ, ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ നേരത്തെ എടുത്ത സ്റ്റോക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11.18 ആയിരുന്നു. അതേസമയം നമ്മളിപ്പോൾ അസ്യൂം ചെയ്തു വേറൊരു സ്റ്റോക്കിൻ്റെ കാര്യം, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പറയുന്നത് എത്രയാണ്? 14.58 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും രണ്ടും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ എത്ര കണ്ടതിൻ്റെ അത് ഉയർന്നു പോകുന്നുവോ അത്ര കണ്ട് റിസ്ക് കൂടുതലാണ്. എത്ര കണ്ടത് മിനിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുവോ അത്രയും കണ്ട് അതിൻ്റെ റിസ്ക് എന്താണ്? കുറവാണ്. ഇവിടെ നമ്മൾ ഈ സ്റ്റോക്കിന് റിസ്ക് കുറവാണ്, ഈ സ്റ്റോക്കിന് റിസ്ക് കൂടുതലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഇതിനേക്കാളും കുറവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനേ ഇതിന് ഉള്ളൂ, ഇതിനേക്കാളും കുറവേ ഇതിനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസ്ക് ഇതിന് കുറവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും വേരിയൻസ് ആണെങ്കിലും എത്രയാണോ അത് മിനിമൈസ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത് അത്രയും കണ്ട് നമുക്ക് എന്ത് കുറയ്ക്കാനായിട്ട് സാധിക്കും? റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് രണ്ട് സ്റ്റോക്ക് ഇതുപോലെ ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഇതുപോലെ തന്നെ ഒരു സ്റ്റോക്കും കൂടി നിങ്ങൾക്ക് തരും, രണ്ടും കൂടി കമ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇതിലേതിനാണ് റിസ്ക് കൂടുതലെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി ഏതിനാണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടികിട്ടും. അതായത് എത്ര കണ്ട് ഡീവിയേറ്റ് ചെയ്യണം, നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി എത്ര അത് ഡീവിയേറ്റ് ചെയ്ത് പോകണം, എത്ര ഡീവിയേറ്റ് ചെയ്യണോ അത്രയധികം നമുക്ക് എന്ത് കൂടുതലാണ്? റിസ്ക് കൂടെ. പ്രതീക്ഷയ്ക്കൊത്ത് അതിനോട് വലിയ ചേഞ്ച് ഇല്ല. അത് കഴിഞ്ഞ ക്ലാസ്സിലൊരു ചെറിയൊരു ഗ്രാഫൊക്കെ വരച്ച് തന്ന് അതിൻ്റെ എത്രത്തോളം അത് ഡീവിയേറ്റ് ചെയ്ത് പോകണോ, ഡീവിയേഷൻ കൂടുതലുള്ളതിനാണ് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ആ സെയിം സംഗതി തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യണത് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് വേരിയൻസ്. അതായത് ചിലപ്പോൾ പ്രോബ്ലംസ് തരുന്ന സമയത്ത് പ്രോബബിലിറ്റിയോട് കൂടിയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക തരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റിയും കൂടി അതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം നമുക്ക് കിട്ടുന്നത് സം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആയിരിക്കും. നമ്മൾ നേരിട്ട് വേരിയൻസിലേക്കായിരിക്കും എത്തിച്ചേരുക. ആ വേരിയൻസിനെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പ്രോബ്ലത്തിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു കേസ് നമ്മൾ കണ്ടിരുന്നില്ല. നേരിട്ട് റിട്ടേൺസിലേക്കായിരുന്നു, പോസിബിൾ റിട്ടേൺസിലേക്കായിരുന്നു പോയത് അല്ലേ.
അതേസമയം ഇനി നമ്മൾ പോകുന്നത് പ്രോബബിലിറ്റിയോട് കൂടിയിട്ട് റിട്ടേൺസ് തരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ കാണാൻ പോകുന്നത്. ഇവിടെ ബോർഡിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം തന്നെയാണ്. പ്രോബ്ലം നമ്പർ 7, പേജ് നമ്പർ 67. ഓക്കെ, പേജ് നമ്പർ 67 ആൻഡ് പ്രോബ്ലം എന്ന് വെച്ചാൽ എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമ്പർ 7 ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എ സെക്യൂരിറ്റി. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രോബബിലിറ്റിയോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് സം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വേരിയൻസ് ആണ് ആദ്യം കിട്ടുന്നത്. ആ വേരിയൻസിൽ നിന്നുമാണ് നമ്മൾ എങ്ങോട്ട് പോകാൻ പോകുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇത്രയാണ് പ്രോബ്ലം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുതന്നെയായാലും ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അറ്റ് ദ സെയിം ടൈം റിട്ടേൺസും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ആസ് വെൽ ആസ് റിട്ടേൺസ്. ഓക്കെ, പ്രോബബിലിറ്റി എത്രയാണെന്ന് നോക്കി നോക്കിയേ. 0.3 ആൻഡ് റിട്ടേൺസ് 12%. അതായത് 12% റിട്ടേൺസ് ഉണ്ടാവാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.3 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 14% റിട്ടേൺ ഉണ്ടാവാനുള്ള സാധ്യത 0.4 ആണ്. ദെൻ 10% റിട്ടേൺസ് ഉണ്ടാവാനുള്ള സാധ്യത ദറ്റ് ഈസ് 0.3 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സംഭവം. ഇതിൽ നിന്ന് നമ്മൾ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഓൾസോ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ നമുക്ക് എക്സുകൾ എത്രയൊക്കെയാണെന്ന് നമുക്കറിയാം. എക്സുകൾ ഏതൊക്കെയാണ്? 12% ഉണ്ട്, 14% ഉണ്ട്, ദെൻ 10% ഉണ്ട്, അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ബാർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടി വരും. പ്രോബബിലിറ്റി തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ, എക്സ് ബാർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആണ്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം, അല്ലേ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഉള്ള പ്രോബ്ലത്തിൽ എക്സ് ബാർ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്ത് ചെയ്യണം? നമ്മൾ പ്രോബബിലിറ്റി കൊണ്ട് ഓരോ റിട്ടേൺസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ സിഗ്മ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ സം ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഞാൻ തൽക്കാലം ഈ പ്രോബ്ലത്തിൻ്റെ ചുവട്ടിലായിട്ട് എഴുതുന്നുണ്ട് എങ്ങനെയാണ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എക്സ് ബാർ can be calculated as probability into returns plus probability into returns plus probability into returns, that is x bar. Okay, then 0.3 into 12 alle, so 0.4 into 14, 0.14 plus 0.3 into 10. Into 10, then we will get 0.3 into 12 will be 3.6 plus 0.4 into 14 will be 5.6 plus 0.3 into 10 will be 3, and our expected returns will be 12.2%.
ഓക്കെ. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12.2% ആണ്. ഇതാണ് എന്തെന്ന് പറയുന്ന സാധനം? എക്സ് ബാർ. 12.2% is equal to എക്സ് ബാർ. നമ്മൾക്ക് എക്സുകൾ നമുക്കറിയാം, പക്ഷെ നമുക്കറിയാത്തത് എന്താണ്? നമ്മുടെ എക്സ് ബാറാണ് അറിയാത്തത്, അല്ലേ? അറിയാത്ത എക്സ് ബാറാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. കാരണം നേരത്തെ ചെയ്ത പോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ വെറുതെ ഇതെല്ലാം കൂടി 12 + 14 + 10 അതേ ഡിവൈഡഡ് ബൈ 3 അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം? പ്രോബബിലിറ്റീനെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റീനെ കൂടി കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രോബബിലിറ്റിയുടെ കൂടെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PI, അല്ലേ? PIXI അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ള? സിഗ്മ PIXI, അതാണ് ഇതിൻ്റെ ഫോർമുല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമുക്ക് കിട്ടും. ദെൻ നോക്കിയേ, ഇവിടെ പ്രോബബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. 12% എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 12 rupees. 100 രൂപ നമ്മൾ അസ്യൂം ചെയ്തു. അന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു, അല്ലേ? 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് 12% കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 12 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്, അല്ലേ? സോ 0.3 × 12 പ്ലസ് 0.4 × 14 പ്ലസ് 0.3 ഇതിനെ കൊണ്ടും ഇതിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. എല്ലാം കൂടി കൂട്ടി നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എത്രയാണെന്ന് മനസ്സിലായി? 12.2%. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തൂടെ? ചെയ്യാം. അതായത് എക്സുകളാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്നത് എക്സ് ആണ്. ഇതിൽ നിന്നും ഇതിനി കുറച്ചുകൂടെ എക്സ് ബാർ നമുക്ക് കിട്ടി, 12.2 കിട്ടി. നോട്ട്ബുക്കിൽ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക. ഇത് ഫോർമുല എഴുതി വയ്ക്കുക. ഇതെങ്ങനെയാണ് എക്സ് ബാർ നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കും? ഇത് കുറയ്ക്കും. ഇതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കും? ഇത് കുറയ്ക്കും. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കും? ഇത് കുറയ്ക്കും, അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ, ഇത് മായ്ക്കാൻ പോവാണ് കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. സോ 12.2 ആണ് നമ്മുടെ എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 മൈനസ് 12.2 ഇത്തിരി ഇങ്ങോട്ട് മാറ്റി എഴുതാം. 12 മൈനസ് 12.2 then 14 minus 12.2 10 minus 12.2 അല്ലേ? അങ്ങനെയല്ലേ വരിക, അല്ലേ? 12 നിന്നും 12.2, 14 നിന്നും 12.2, 10 നിന്നും 12.2. ഓക്കെ, കറക്റ്റ്. ദെൻ ഇങ്ങനെ എഴുതിയാൽ പോരാന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ആ ഫിഗർ അവിടെ എഴുതണം, എന്നാലാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് മൈനസ് 0.2, അല്ലേ? മൈനസ് ഫിഗറാണ് അവിടെ വരിക. ദെൻ 1.82 വരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് മൈനസ് 2.2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന് സ്ക്വയർ ചെയ്യണം, വേണ്ടേ? സ്ക്വയർ ചെയ്യണ്ടേ? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഈ ഫിഗറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.04. ദെൻ 1.8നെ സ്ക്വയർ ചെയ്യുമ്പോൾ 3.24 ആൻഡ് മൈനസ് 2.2നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.84. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ കണ്ടു, എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ കണ്ടു. ഇനിയാണ് നമ്മുടെ ടെക്നിക്ക്, ഇനിയാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിനെ നേരെ അങ്ങോട്ട് സം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാലൊന്നും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഓൾസോ കൺസിഡർ ദ പ്രോബബിലിറ്റി. എന്തും കൂടെ കൺസിഡർ ചെയ്യണം? പ്രോബബിലിറ്റിയും കൂടെ കൺസിഡർ. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡി സ്ക്വയറിനെ, എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയറിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മുടെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 0.04, ദെൻ 3.24, 4.84 തുടങ്ങിയ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുന്ന സംഭവങ്ങളെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പ്രോബബിലിറ്റി എഴുതിയിട്ടുണ്ട്. ആ പ്രോബബിലിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത്
ഈ ഫസ്റ്റ് കോളം ഇൻറ്റു ഫോർത്ത് കോളം. ഇവിടെ കോളത്തിന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഫിഫ്ത്ത് കോളം. അപ്പോൾ ഫിഫ്ത്ത് കോളം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പ്രോബബിലിറ്റി ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതാണ് അഞ്ചാമത്തെ കോളം. അതായത് അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കോളം മൾട്ടിപ്ലൈഡ് വിത്ത് ഫിഫ്ത്ത് കോളം. ഒന്നാമത്തെ കോളത്തിനെ നാലാമത്തെ കോളത്തിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അഞ്ചാമത്തെ കോളം നമുക്ക് കിട്ടും അല്ലേ? അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ദാറ്റ് ഈസ് 0.04 ഇൻറ്റു പ്രോബബിലിറ്റി. 0.04 into 0.3, we will get it as 0.012. 0.012. ഇനി സെക്കൻഡ് കോളത്തിലുള്ള 3.24 അതിനെ വീണ്ടും നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോയി? പ്രോബബിലിറ്റിയിലേക്ക് കൊണ്ടുപോയി. സോ ഇൻറ്റു 0.4 we will get 1.296. 1.296. and 4.84 into 0.3 we will get 1.452. 1.452. ഇനി എന്താ ചെയ്യുക നമ്മൾ? ആസ് യൂഷ്വൽ we should find out its സിഗ്മ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കണം. അതേസമയം ഈ കിട്ടുന്ന സിഗ്മയാണ് നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി ഉള്ള പ്രോബ്ലംസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി അടക്കം ചെയ്യുന്ന സമയത്ത്, ഇവിടെ സം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? നേരിട്ട് നമ്മൾ എവിടേക്കാണ് പോണത്? വേരിയൻസിലേക്കാണ് പോകുന്നത്. ഹിയർ വി വിൽ ഗെറ്റ് വേരിയൻസസ്. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 2.760 ആണ്. സോ ഇറ്റ്സ് എ വേരിയൻസ്. വേരിയൻസ് ഇസ് ഈക്വൽ ടു 2.760. ദെൻ നമ്മളോട് വേരിയൻസ് മാത്രമല്ല കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്, വി ഷുഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? വേരിയൻസ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വേരിയൻസിന് സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സോ വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദി സ്ക്വയർ റൂട്ട് ഓഫ് 2.760. 2.760ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സോ ഇറ്റ് വിൽ ബി 1.661. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസും കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടി. അപ്പോൾ പ്രോബബിലിറ്റി ഉള്ള പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവിടെ നമ്മൾക്ക് ആദ്യം കിട്ടുന്നത് വേരിയൻസ് ആയിരിക്കും. ആ വേരിയൻസിൽ നിന്നുമാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് പോകേണ്ടത്. അതേസമയം വെറുതെ പ്രോബബിലിറ്റി ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ടുള്ള റിട്ടേൺസ് തരുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫസ്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വേരിയൻസ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഫൈനലി നമ്മൾ കിട്ടുന്ന സമയത്തും അതിൻ്റെ വേരിയൻസ് കിട്ടുന്ന സമയത്തും പ്രോബബിലിറ്റി കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. സോ ഇവിടെ നമ്മൾ രണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എങ്ങനെയാണ്, അത് രണ്ടും കൂടി അത്രയും പരസ്പര ബന്ധമുള്ളത് കൊണ്ട് തന്നെ രണ്ടും കൂടി ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ രണ്ട് പ്രോബ്ലങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്. രണ്ടിലും വളരെയധികം പ്രയാസമുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, ഈസിലി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആദ്യത്തെ രണ്ട് ഇതുകളാണ്, അതായത് റിസ്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ രണ്ട് മെഷേഴ്സാണ് ഒരുമിച്ച് നമ്മൾ എന്ത് പഠിച്ചത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പഠിച്ചു, വേരിയൻസും പഠിച്ചു. നമ്മൾ ഇവിടെ അപ്പോൾ നമ്മൾ ചോദിക്കും വേരിയൻസിന് ഇനി എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന്. എങ്ങനെയായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ്റർപ്രിട്ടേഷൻ നേരത്തെ പറഞ്ഞു, അതായത് എത്ര കണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുന്നു അത്ര കണ്ട് റിസ്ക്കും കൂടുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വേരിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്തായിരിക്കും? സെയിം ഇൻ്റർപ്രിട്ടേഷൻ, ദാറ്റ് ഈസ് എത്ര കണ്ട് വേരിയൻസ് കൂടുന്നോ അത്ര കണ്ട് എന്ത് കൂടും? റിസ്ക് നമ്മുടെ കൂടും. അതിന് യാതൊരു സംശയമില്ലല്ലോ. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് എന്തെന്ന് പറയുന്നത്? വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ തന്നെ ഇൻ്റർപ്രിട്ടേഷനാണ് എന്തിനും വരിക, വേരിയൻസിനും വരിക. അപ്പോൾ വേരിയൻസ് എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് എന്തും കൂടും, റിസ്ക് കൂടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കൂടുന്നുവോ അതിനനുസരിച്ച് എന്ത് കൂടും, റിസ്ക് കൂടും. അതേസമയം കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഒരെണ്ണം കൂടി ഈ സ്റ്റോക്കിൻ്റെ ഒപ്പം തന്നെ ഒരെണ്ണം കൂടി നമുക്ക് തരും, അതും കൂടി രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതിനാണ് റിസ്ക് കൂടുതൽ. ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്കിപ്പോൾ 1.661 ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ, ഇതിലിത് റിസ്കിയർ ആണോ റിസ്കിയർ അല്ലേ എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. 1 നിൽക്കുന്നത് അല്ലേ, അപ്പോൾ വലിയ റിസ്ക് ഉണ്ടെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ 11 പോയിൻറ്റ് സംതിങ് ആയിരുന്നു വന്നിരുന്നത് അല്ലേ, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസ്ക് വളരെ കുറവാണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അതേസമയം ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്റ്റോക്കും കൂടി തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ഏതിനാണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലുള്ളത്, ഏതിനാണോ വേരിയൻസ് കൂടുതലുള്ളത്, അതിനായിരിക്കും തീർച്ചയായിട്ടും എന്ത് കൂടുതലുണ്ടാവുക, റിസ്ക് കൂടുതലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൽ എക്സാമ്പിളുകൾ, എക്സാമ്പിൾ നമ്പർ 6, എക്സാമ്പിൾ നമ്പർ 7 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ദെൻ അതുപോലെ തന്നെ എക്സസൈസ് പ്രോബ്ലത്തിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. പ്രത്യേകിച്ചും പേജ് നമ്പർ 82 എക്സസൈസ് നമ്പർ 4, പേജ് നമ്പർ 82 എക്സസൈസ് നമ്പർ 4 ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. അതിൽ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനെ പോലെ തന്നെയുള്ള പ്രോബ്ലമാണ്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വീഡിയോ പ്ലേ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിക്കും എത്ര പേരത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട്ബുക്ക് സ്വന്തമായിട്ട് തന്നെ വെക്കുക. അതിൽ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ 1-2 പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇനി ഇവിടെയൊക്കെ ചെറിയ പ്രോബ്ലംസാണ്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് വലിയ പ്രോബ്ലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ.